TVKയുടെ നേതാവും നടനുമായിട്ടുള്ള വിജയുടെ ഡിവോഴ്സ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹബന്ധം വേർപിരിയുകയാണ്, വിവാഹമോചനത്തിലേക്ക് പോകുന്നു. ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തെ ബാധിക്കില്ലേ? എങ്ങനെയായിരിക്കും വിജയുടെ രാഷ്ട്രീയ ഭാവി? വിജയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ വരുന്നത്, പ്രിയനൊരു മലയാളം ഇതുണ്ട്, കേട്ടിട്ടുണ്ടോ? ഗണപതിക്ക് വെച്ചത് കാക്കകൊത്തി എന്ന് പറഞ്ഞു. അയാൾ രാഷ്ട്രീയ പാർട്ടി ലോഞ്ച് ചെയ്ത് ആദ്യമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുക. ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഈ കേസ് ഫ്ലാഷ് ആവുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ വിജയുടെ ഭാര്യ സംഗീത സ്വർണലിംഗം അവർ ഈ വിവാഹ മോചനത്തിനുള്ള അപേക്ഷ ഒരു 3-4 മാസം മുമ്പായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെങ്കൽപ്പെട്ട് ഫാമിലി കോർട്ടിൽ. പക്ഷെ അത് ഇപ്പോഴാണ് ലീക്ക് ഔട്ട് ചെയ്ത് വരണം. മാധ്യമങ്ങളൊക്കെ അത് ഇപ്പോഴാണ് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത്. അത് ഈ വിജയുടെ ആരാധകരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്, ഇയാളെ രാഷ്ട്രീയ പാർട്ടിയൊക്കെ രൂപീകരിച്ച് പബ്ലിക് മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ, ഇപ്പോൾ കരൂറിലെ ഒരു വലിയ ദുരന്തം ഉണ്ടായി, 10-40 പേര് മരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കൂടുതലും ഇയാളെ കാണാൻ തന്നെ വനിതകളും കുട്ടികളുമാണ്. വനിതകളെന്ന് തന്നെ കോളേജ് സ്റ്റുഡൻസ് വരെ ഉണ്ട് കേട്ടോ. ഇയാളുടെ ഈ ശൈലിയും ഇതെല്ലാം കണ്ട് ആകൃഷ്ടരായിട്ടാണ് ഇതിനകത്ത് വരണം. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ഇയാളെ കുറിച്ചിട്ട് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അത്ര നല്ല കഥാപാത്രമല്ല. പിന്നെ ഒരു രാഷ്ട്രീയ നേതാവിന് ആവശ്യം വേണ്ട ഒരു യോഗ്യതയാണ് ജനങ്ങൾക്ക് അയാളുടെ അടുത്തേക്ക് ഒരു ആക്സസിബിലിറ്റി ഉണ്ടാവണം. ഇതൊന്നുമില്ല. ഇയാൾ ഇതുവരെ ഒരു ദന്തഗോപുരത്തിൽ കഴിഞ്ഞിരിക്കുന്ന ആളാണ്. ഇയാളുടെ ട്രാക്ക് റെക്കോർഡ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ 1-2 തവണ വിദേശത്തു നിന്ന് കാറൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് ടാക്സ് കൊടുക്കാണ്ട് പറ്റിച്ച് ആ ചരിത്രമൊക്കെ ഉണ്ട്. മദ്രാസ് ഹൈക്കോടതി ഇയാൾക്കെതിരെ നിശിതമായിട്ടുള്ള ഒരു വിമർശനവും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ എന്താണ്, സംഗീത സ്വർണലിംഗം എന്ന് പറയുന്ന ഒരു ശ്രീലങ്കൻ ബോൺ ഒരു വലിയ കോടീശ്വരൻ്റെ മകളാണ്. അവൾ ലണ്ടനിലാണ് അവരുടെ കുടുംബത്തിൻ്റെ ബിസിനസ്സുമൊക്കെ. അവിടെ പഠിച്ചുകൊണ്ടിരുന്നത് ഈ പെൺകുട്ടി. ഇവർ വിവാഹം കഴിഞ്ഞിട്ട് 27 വർഷം എന്താ ഒറ്റയായി. ദെൻ ഇയാളെ കാണാനായിട്ട് ഇവരുടെ സിനിമ കണ്ടിട്ട് ഈ പൂവേ അങ്ങനെ പൂജ വാന്നോ എന്തൊട്ട് പറഞ്ഞൊരു സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ ഈ സംഗീത ലണ്ടനിൽ നിന്ന് ചെന്നൈയിൽ പറന്നു വന്നു. അവിടെ വെച്ച് പരിചയപ്പെടുകയും പിന്നെ വളരെ പെട്ടെന്ന് കല്യാണം നടത്തുകയാണ് ചെയ്തത്. ഈ ഡൈവോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇയാളൊരു ക്രൈസ്തവ മതവിശ്വാസിയാണ്. ഇയാളുടെ അച്ഛനാണെങ്കിൽ ചന്ദ്രശേഖർ, അയാളൊരു വലിയ ഇവാഞ്ചലിസ്റ്റ്, മതപരിവർത്തനത്തിന് വേണ്ടി നടക്കുന്ന ആളാണ്. അവർ ഒരു വളരെ കൺസർവേറ്റീവ്, ഒരു ക്രിസ്ത്യൻ ഫെനാറ്റിക് എന്ന് വേണേൽ പറയാം ചന്ദ്രശേഖറിനെയൊക്കെ. അപ്പോൾ എങ്ങനെയാണ് സഭ ഈ വിവാഹ മോചനത്തിനെ കുറിച്ചിട്ട് എടുക്കുക എന്നറിയില്ല. പിന്നെ അത് മാത്രമല്ല, പൊതുവേ ഇന്ത്യയിലെ വനിതകൾക്ക് പിന്നെ ഭാര്യമാരെ ഡൈവോഴ്സ് ചെയ്യുന്ന ഭർത്താക്കന്മാരോട് പൊതുവെ ഒരു എന്താ പറയുന്ന ഒരു അവേർഷൻ ഉണ്ടാവും, ഒരു വെറുപ്പുണ്ടാവും. അത്രയാണെങ്കിൽ ഇപ്പം ഇവരുടെ പെറ്റീഷനിലെ പല കാര്യങ്ങളും പത്രങ്ങളിൽ വന്നിരിക്കുന്നത് വിജയന് അത്ര നല്ല ഒരു ഇത് ചെയ്യില്ല. എന്താ വെച്ചാൽ ഇവരെ കണ്ടുപോകാനും പീഡിപ്പിച്ചിരുന്ന അയാൾ. ഇവരെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇയാളും ഇവരും ഒരു വീട്ടിൽ 2 കോർണറിലായിട്ടാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. 2 കുട്ടികളുണ്ട്. ആ കുട്ടിയുടെ മൂത്ത ചെറുക്കിനെ തന്നെ കല്യാണം കഴിക്കാറായി, സഞ്ജയ് എന്നിട്ട് പറഞ്ഞു. ഒരു മകളും ഉണ്ട് അയക്ക്. അപ്പോൾ ഇങ്ങനെ ഈ സാഹചര്യത്തിലാണ് ഇയാളൊരു സിനിമാ നടിയായിട്ട് എന്താ പറയുന്നത് ഒരു ഇല്ലീഗൽ ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അത് എന്തുമാത്രം അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. അത് ഇപ്പോൾ പണ്ട് ഇന്ത്യയിലൊരു മുൻ രാഷ്ട്രീയ നേതാവുണ്ട്, വലിയ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം ജീവിച്ചിരിക്കണല്ലോ, ഇപ്പം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ജനിച്ച് വളർന്ന അവിടുത്തെ വിദേശ പൗരത്വം ഉണ്ടായിരുന്ന ഭാര്യനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അഡ്വൈസ് കൊടുത്തത് ഒരു എൻ്റെ പരിചയത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ
പരിചയത്തിൽപ്പെട്ട വ്യക്തിയുടെ ഭാര്യയാണ്. അവർ സുപ്രീം കോടതി അഭിഭാഷകയാണ്. അവർ വനിത എന്നുള്ള രീതിയിലാണ് അവർ കൊടുത്തത്. അവർ പറഞ്ഞു ഈ സമയത്ത് നിങ്ങൾ ഡൈവോഴ്സ് ചെയ്താൽ പിന്നെ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി ഇരുളടയും. അതിലും ഭേദം തെരഞ്ഞെടുപ്പിലേക്ക് നിന്ന് ജയിച്ച് ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കുറേ കൂടി നല്ലത് എന്ന് പറഞ്ഞ് ആ പ്രശ്നം രമ്യമായിട്ട് പരിഹരിച്ചു. അല്ലെങ്കിൽ ദിസ് മാൻ വാസ് ഓൺ എബൌട്ട് ടു ഡൈവോഴ്സ് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിവിടെയും ബാധകമാണ്. വനിതകൾക്ക് എന്താ പറയണ, അപ്പോൾ ഇയാളുടെ ഈ സംഗീതയോടുള്ള ഇയാളുടെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. അത് മാത്രമല്ല, ഈ ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളൊരു മനുഷ്യൻ ഇങ്ങനെയുള്ളൊരു ബന്ധത്തിൽ ചെന്ന് എങ്ങനെ ചാടി എന്നുള്ളതാണ് ആൾക്കാർ അതിശയിക്കുന്നത്. അത് മാത്രം ഒരു നല്ല സുന്ദരിയായ സ്ത്രീയാണ് ഇയാളുടെ ഭാര്യ സംഗീത. സാമ്പത്തികമായിട്ട് വലിയ ഉയർന്ന ചുറ്റുപാടിലുള്ളതാണ്. അതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കും. പിന്നെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ രസകരമായ ഒരു കോമഡിയുണ്ട്. അതായത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാരിൽ മിക്കവർക്കും ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ട്. എനിക്ക് വിജയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഓർമ്മ വരുന്നത് MGRന്റെയും ജയലളിതയുടെയും കാര്യമാണ്. ഏതാണ്ട് അദ്ദേഹത്തിന് സമാനമായിട്ടുള്ള അതിലും വലിയ കാര്യമാണ് കരുണാനിധിയുടെ കാര്യം. കരുണാനിധിക്ക് 3 ഭാര്യമാരുണ്ടായിരുന്നു. പിന്നെ ഇടക്കാലത്ത് മറ്റേ ആദ്യത്തെ ഭാര്യ പത്മാവതി മരിച്ചുപോയി. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാര്യയാണ് അയാളുടെ കൂടെ ഉണ്ടാവുക, ചെന്നൈയിൽ മാത്രം. പിന്നെ മറ്റ് ജില്ലകളിലൊക്കെ എന്താ പറയുന്നത് ഭാര്യമാർ ഉണ്ട്. അത് നമുക്ക് പബ്ലിക് അറിയേണ്ടവർക്കൊക്കെ അറിയാം. അത് പത്രങ്ങൾ എഴുതാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തിരുനെൽവേലി ജില്ലയിൽ പോയാൽ അവിടുത്തെ ഭാര്യയുടെ പേര്, മറ്റേ തൂത്തുക്കുടിയിലെ ചേച്ചിയുടെ പേര്, കന്യാകുമാരി ജില്ലയിലെ ചേച്ചിയുടെ പേര്, ഇതൊക്കെ എഴുതണ്ടേ. അത് കാരണം അവർ ഈ ചെന്നൈയിലുള്ള 2 ഭാര്യമാരെ കുറിച്ച് എഴുതാറുള്ളൂ. പക്ഷെ എന്നാൽ ഈ 3 ഭാര്യമാർ, ചെന്നൈയിൽ തന്നെ 3 ഭാര്യമാർ, അവരുടെ മക്കളും ഒക്കെ ആയിട്ട് ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്ത് പോകണ്ട. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു രാഷ്ട്രീയം വളരെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ, എഡിറ്റർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയണം, അതെ നിങ്ങൾക്കൊക്കെ ഈ തെറ്റിദ്ധാരണയുണ്ട്. തമിഴ്നാട്ടിൽ ഇങ്ങനെ പുരുഷന്മാർ വേറെ കല്യാണം കഴിക്കുന്നതോടുകൂടി അവരുടെ ഇമേജ് ഒന്ന് പോകുന്നു. ചരിത്രം എടുത്ത് നോക്കിയാൽ മതി. കരുണാനിധിക്ക് എത്ര ഭാര്യമാരുണ്ട്? 3 ഭാര്യമാർ. മറ്റേ MGRന് 2 ഭാര്യമാർ. അപ്പം കരുണാനിധിയുടെ അടുത്ത് നിയമസഭയിൽ വെച്ചിട്ട് ചോദിച്ചു ഒരു MLA, നിങ്ങളും എന്താ രാജാത്തി അമ്മാളുമായിട്ടുള്ള ബന്ധം എന്താണ്? അപ്പോൾ ഈ രാജാത്തി അമ്മാൾ എന്ന് പറയുന്നത് കനിമൊഴിയുടെ അമ്മയാണ്. മറ്റേ ദയാലു എന്ന് പറഞ്ഞ സ്ത്രീയുണ്ട്, അവരാണ് സ്റ്റാലിൻ്റെയും അളഗിരിയുടെയും തമിഴരശൻ്റെയും പിന്നെ സെൽവിയുടെയും അമ്മ. അപ്പോൾ കരുണാനിധി പറഞ്ഞു, അത് വന്ന് ദയാലു വന്ന് എന്നോട് മനേവി, പത്മാവതി വന്ന് മനേവി, പത്മാവതി മരിച്ചു പോയെന്ന് അടുത്ത് അല്ല. അപ്പം ഇവര് മനേവി, മറ്റേത് തുണൈവി, കൂടെ കമ്പാനി എന്നാ പറയുക, തുണൈവി. അപ്പോൾ കുറേ കമ്പാനിയൻ ഉണ്ട് കരുണാനിധിക്ക്. രസികനാണ് വളരെ രസികനാണ്. കാരണം ഈ നല്ല കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളൊക്കെ കണ്ട മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെ അടുത്ത് വിളിച്ചിരുത്തി ഈ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചൊക്കെ പ്രത്യേക ക്ലാസ്സൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ കരുണാനിധിക്ക് അങ്ങനെ എല്ലാവരും അറിയാൻ 3 ഭാര്യമാരുണ്ട്. MGRന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ MGRന്റെ ആദ്യത്തെ ഭാര്യ ജാനകിയാണ്. VN ജാനകി, വൈക്കത്തെ അറിയില്ലേ? അവർ സിനിമാ നടിയൊക്കെ ആയിരുന്നു, അതിസുന്ദരിയായിരുന്നു. അവരെക്കാളും സൗന്ദര്യമായിരുന്നു ജയലളിതയ്ക്ക്. അപ്പോൾ ഈ ജാനകിനെയും ജയലളിതേനെയും ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ ആ റിലേഷൻ ഇയാളൊരു പാരലൽ ലൈനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അതിനിടയ്ക്ക് ജയലളിതനെ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുകയൊക്കെ ചെയ്തു. അവിടെ നമുക്ക് മൂകാംബികയിൽ പോകാം, എന്നിട്ട് അവിടെ വെച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. ഇവർ ഇപ്പോൾ സൂട്ട് കേസും എല്ലാം റെഡിയാക്കി കാർ നോക്കി കാത്തിരിക്കുക, MGR ഇപ്പോൾ വരും. മൂപ്പര് അവിടെ നിന്ന് എങ്ങാണ്ട് മുങ്ങി ആ സമയത്ത്. എനിവേ MGR മരിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ ജാനകിയാണല്ലോ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. കുറച്ച് നാൾ, 25 ദിവസമായിട്ട് കഴിഞ്ഞപ്പോൾ ജയലളിത മുഖ്യമന്ത്രിയായി. അപ്പോൾ ആ ഓർഡറിലാണ് വന്നത്. ആദ്യത്തെ ഭാര്യ, പിന്നെ ജയലളിതയ്ക്ക് പിന്നെ ഒരു ഗുണമുണ്ടായിരുന്നു. ജയലളിതയും MGRും അവർ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ടൈലർ മെയ്ഡായിരുന്നു രാഷ്ട്രീയം അവർക്ക്.
MGRന് ഈ പറഞ്ഞ പോലെ സിനിമകളിലും നാടകങ്ങളിലൊക്കെ ഡയലോഗ് ഡെലിവറി ഭയങ്കരമായിട്ട് ഈ റെവല്യൂഷണറി ഡയലോഗ്സ് ഒക്കെ അയാൾ പറയുമായിരുന്നു, വിപ്ലവകരമായ ഡയലോഗ്സ് ഒക്കെ പറയുമായിരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം അത്ര പ്രശ്നമൊന്നുമല്ലായിരുന്നു. ജയലളിതയ്ക്ക് അതേപോലെ തന്നെ. ജയലളിത എന്ത് പ്രസംഗം ഒരു പേപ്പറിനകത്ത് 10 20 അല്ലെങ്കിൽ 40 വരികളുള്ള പ്രസംഗം കൊടുത്താൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പം തന്നെ മാറ്റി വയ്ക്കും അവർ. പിന്നെ അവർ പറഞ്ഞോളൂ അവർ. ദെൻ ഈ TR ബാലു എന്ന് പറഞ്ഞ ഒരു മന്ത്രിയുണ്ട്, ഇപ്പം ഇല്ല, DMK-യിലാണ്, അയാൾ MP ആണ്. അപ്പം അയാളെ പറ്റി എൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, കുമാർ, ഞാനൊരിക്കൽ ഡൽഹിയിൽ നിന്ന് വരിക വിമാനത്തിൽ ചെന്നൈക്ക്. അപ്പോൾ എന്നെ ഞാൻ ഇയാളെ കണ്ടപ്പോൾ തൊഴുതു. അപ്പോൾ ഓ മാഡം ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞു വേണ്ടി വെച്ചിട്ട്, അപ്പോൾ ഇയാളുടെ കൂടെ 2 പെണ്ണുങ്ങളുണ്ട്. ഇത് എന്നോട് മനൈവിമാർ വിമാനത്തിൽ അത്ര ആൾക്കാർ വെച്ചിട്ട് ഇത് 2 പേരും എൻ്റെ ഭാര്യമാരാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അയാൾക്ക് 2 ഭാര്യമാർ ഇവിടെ കൂടെ യാത്ര ചെയ്യാനായിട്ട് നാട്ടിൽ വേറെ ഉണ്ട് കേട്ടോ മൂപ്പർക്ക്. ഇനി അതിൻ്റെ അപ്പുറത്ത് ഒരു കാളിമുത്തു എന്ന് പറഞ്ഞ DMK നേതാവ് ഉണ്ടായിരുന്നു. അതിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ഈ 4 ഭാര്യമാർക്കും ഇവർ വളരെ പലേഷ്യൽ വീടുകളാണ് പണിത് കൊടുത്തിരുന്നത്, കൊട്ടാര സദൃശ്യമായ വീടുകൾ. ഇയാൾ എന്നിട്ട് ലോഡ്ജിലാണ് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആൾക്കാർ പറയും 5ാമത്തെ കല്യാണം കഴിക്കുമ്പോൾ അപ്പോഴും ഒരു വീട് പണിയുണ്ട്, അതിന് വേണ്ടിയുള്ള പൈസ സ്വരൂപിച്ച് വയ്ക്കുകയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞ ഇങ്ങനെയാണ്, ഇവിടുത്തെ DMK ദ്രാവിഡ കക്ഷിയിലെ ആൾക്കാർക്ക്, അതിൻ്റെ ഫോളോവേഴ്സിന്, ഒരു പുരുഷന് എത്ര ഭാര്യമാരുണ്ടോ അത്രയും കൂടുതൽ അക്സെപ്റ്റബിൾ ആണ് അവർ എന്നുള്ള രീതിയിൽ. സ്റ്റാലിനുണ്ട്, പക്ഷെ പുറത്ത് പറയാറില്ല സ്റ്റാലിൻ. ഇപ്പം പിന്നെ ആരും പറയില്ല അയാളെ കുറിച്ചിട്ട്. നല്ല കാര്യം, അയാളുടെ മകളുടെ എല്ലാം കണക്കാ ഈ കാര്യത്തിലൊക്കെ. അപ്പം അവർ ഇതിലെന്തത്ര തെറ്റെന്താന്നാണ് ചോദിക്കണത്. വാട്ട് ഈസ് ദ ബിഗ് ഡീൽ ഇൻ ഇറ്റ്? നമ്മുടെ മലപ്പുറത്തെ കാക്കാമാര്. അതെ, ഒരു സിനിമയുണ്ടല്ലോ, ശ്രീനിവാസൻ എന്താ കിളിച്ചുണ്ടൻ. അപ്പോൾ അങ്ങനെയാണ് അത്. ഇപ്പോൾ പക്ഷേ അടുത്ത കാലത്ത് തമിഴ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സിനിമാ നടന്മാരിൽ ഒരാൾ വിജയകാന്താണ്, മരിച്ചുപോയി. ഇപ്പം മദ്യപിച്ച് എല്ലാം പോയി. അപ്പോൾ അയാൾക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴും പ്രേമലത. പക്ഷെ അയാൾ ഈ പറഞ്ഞ പോലെ ഈ സിനിമാ നടനായിരുന്നപ്പോഴും അയാൾക്ക് ഒരു ജനങ്ങളുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ടായിരുന്നു. ജനങ്ങൾക്ക് അയാളിലേക്ക് ഒരു ആക്സസിബിലിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മത്സരിച്ചപ്പോൾ അയാൾക്ക് ആദ്യത്തെ തവണ 6% സീറ്റ് കിട്ടി. 2006 2011 അയാൾക്ക് ജയലളിതയായിട്ട് സഖ്യം ഉണ്ടായപ്പോൾ 35 സീറ്റ് കിട്ടി. അയാൾ മര്യാദയ്ക്ക് നിന്നെങ്കിൽ അയാളൊന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായനെ. അപ്പം പക്ഷേ ആൾക്കാർക്ക് വലിയ കാര്യമായിരുന്നു. കാര്യം മദ്യപിച്ച് ആയിട്ടൊക്കെയാണ് വരണതെന്നുണ്ടെങ്കിൽ കൂടിയും അയാൾ വളരെ ജനങ്ങൾക്ക് പ്രിയങ്കരനായിരുന്നു. പിന്നെ ഉള്ളത് കമലഹാസനാണ്. കമലഹാസനെ ശരിക്കും പറഞ്ഞാൽ കാസനോവ എന്നോ അതിലൊരു ഇങ്ങനെ ഇൻ്റർനാഷണൽ പ്ലേ ബോയ് എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ. വാണി ഗണപതി, പിന്നെ സാരിക, ദെൻ അത് കഴിഞ്ഞ് പിന്നെ വേറെ തെലുങ്ക് സിനിമ എന്നൊരു മലയാളത്തിലേക്ക് അഭിനയിക്കാറുണ്ടല്ലോ, അവരെയൊക്കെ കല്യാണം കഴിക്കും, ഉപേക്ഷിക്കും. അയാൾക്ക് അതുകൊണ്ടാണ് അയാൾക്ക് പച്ച പിടിക്കാനും പറ്റുക. ഇപ്പം DMK-യുടെ ഔദാര്യം കൊണ്ട് അയാൾ MP ആയിട്ട് രാജ്യസഭയിൽ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഗൗരവത്തിലെടുക്കുമ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫുണ്ട്. അതിന് വളരെയധികം ഒരു എന്താ പറയണേ, ഒരു യാർഡ് സ്റ്റിക്കാണ് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ നമ്മൾ എത്രമാത്രം സക്സസ് ആവും, നമുക്ക് എത്രമാത്രം സിൻസിയറിറ്റി ഉണ്ട്, എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണ് നമ്മൾ എന്നുള്ളതിൻ്റെ ഒരു യാർഡ് സ്റ്റിക്കാണ് ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായ പല കാര്യങ്ങളും. അപ്പോൾ 4 or 5 ഭാര്യമാരുള്ള ഒരുത്തം കയറിയിട്ട് കുടുംബബന്ധത്തെക്കുറിച്ച് എന്ത് സംസാരിക്കാനാണ്? അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വിജയുടെ രാഷ്ട്രീയ ഭാവിയെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എങ്ങനെയാണെന്നറിയില്ല. പിന്നെ തമിഴ്നാട്ടുകാരാണ്, അവരാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ ആത്മഹത്യ ചെയ്യും വേണ്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ. MGR മരിച്ചപ്പോഴും ജയലളിത മരിച്ചപ്പോഴൊക്കെ ആൾക്കാർ എത്ര പേരെ ആത്മഹത്യ ചെയ്തതെന്നറിയാമോ? ദുഃഖം സഹിക്കുക വയ്യാണ്ട്. അപ്പോൾ അതേപോലെ ഉള്ള ആൾക്കാരാണ് തമിഴ്നാട്ടിലുള്ളത്. LTT നേതാവ് പ്രഭാകരനെ പട്ടാളം വളഞ്ഞു എന്ന് പറഞ്ഞ ഉടനെ തന്നെ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ എന്തോ ശെൽവകുമാർ എന്ന് പറഞ്ഞൊരു തീ കൊളുത്തി ആത്മഹത്യ ചെയ്തവരാണ്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു നാട് കൂടിയാണ് വൈകാരികത. തമിഴ്നാട്. പക്ഷേ ഇത് ഒരു നമ്മൾ ഒരു ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇയാളുടെ രാഷ്ട്രീയ ഭാവി ഭയങ്കരമായിട്ട് ഇരുളടഞ്ഞിട്ടുണ്ട്. അത് പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. പിന്നെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ക്രൈസ്തവരൊക്കെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യായിരിക്കും. അതാണല്ലോ അയാളുടെ പ്രധാന വോട്ട് ബാങ്ക് ആയിട്ടുള്ള കണക്കാക്കിയിരുന്ന ക്രൈസ്തവരുടെ വോട്ടാണ്. ജോസഫ് വിജയ് എന്ന പേര് ഉപയോഗിക്കും. അതെ അത് നന്നായിട്ട് ഉപയോഗിക്കും അയാൾ. അതാണ്. അല്ലാതെ പക്ഷേ ഈ സമയത്ത് ഈ ഡൈവോഴ്സ് അപേക്ഷ വന്നത് പെറ്റീഷൻ അവർ കൊടുത്തത് ആൾ ഏപ്രിൽ 20 കോടതിയിൽ ഹാജരാവണം, നേരിട്ട് ഹാജരാവണം എന്നാണ് ജഡ്ജി പറഞ്ഞേക്കണേ, ഇലക്ഷന് തൊട്ട് മുമ്പ്. അപ്പോൾ അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് കണ്ടേ പറ്റുള്ളൂ നമുക്കത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരത്തിൽ ശരിയായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യ ലൈവാണ്. ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഇന്ത്യ ലൈവിൻ്റെ കരുത്ത്. ആ പിന്തുണ സബ്സ്ക്രിപ്ഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. നിങ്ങൾ ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിനകത്തേക്ക് പ്രവേശിക്കുക. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഒപ്പം ബെൽ ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാസമയത്ത് ഞങ്ങളുടെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷനിൽ വീഡിയോകൾ ക്ലിക്ക് ചെയ്ത് കാണുക. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റുള്ളവരുടെ കമൻറ്റുകൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ റിപ്ലൈ ആയിട്ട് നൽകുക. ഇത് ഷെയർ ചെയ്യുക, വീഡിയോകൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.